മാളു അബി ഡാ മാളു എന്താ അച്ഛാ? അബിയോടെ അബി അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയേക്കോ. ആ സാരമില്ല. നിങ്ങൾക്കൊരു വിചാരമുണ്ട് അച്ഛന് നിങ്ങളോടൊരു സ്നേഹവുമില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. അത് അച്ഛന് വിഷമാവണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞതല്ലേ. ദേ മോൾക്ക് അച്ഛൻ എന്തൊക്കെ കൊണ്ടുവന്ന് നോക്ക്. ഓറിൻ ആപ്പിളോടെ ആപ്പിൾ ഉണ്ടായിരുന്നല്ലേ. ആപ്പിൾ വെച്ചില്ല അതെ. ഓറിൻ ആപ്പിള്, ഓറിൻ മുന്തിരി, ഗ്രീൻ കളർ മുന്തിരി. ഇതെന്താണെന്നറിയോ? ഓറഞ്ച്. പിന്നെ മാളൂന് ഏറ്റവും ഇഷ്ടമുള്ള നാടൻ മാമ്പഴം. എനിക്ക് മാമ്പഴം ഇഷ്ടമല്ല. എന്റെ അച്ഛൻ്റെ അതേ ഹ്യൂമർ സെൻസ്. എനിക്കാ? ആ തമാശ കോമഡി. എൻ്റെ അച്ഛൻ ഇതേപോലെ ആയിരുന്നു. ഇവിടെ ഓരോരുത്തരുടെ വിചാരം അവർക്ക് മാത്രം പിള്ളേരെ നോക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇവിടെ ഞാനും പിള്ളേരെ നോക്കണമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോൾക്ക് അച്ഛന് ആപ്പിൾ കട്ട് ചെയ്ത് തരട്ടെ? വേണ്ട അച്ഛാ. അയ്യോ വീണ്ടും കോമഡി. മാളു നീ ഇടായിട്ട് കുറച്ച് ഹ്യൂമർ സെൻസ് കൂടി വരുന്നുണ്ട് കേട്ടാ. ഏ ഈ ആപ്പിൾ എങ്ങനെ കട്ട് ചെയ്യണമെന്നറിയോ? ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചേ. ഇത് മാങ്ങയാ, ആപ്പിൾ അല്ല. ഇതാ ആപ്പിള്. ഞാൻ ടെസ്റ്റ് ചെയ്താണ്, അറിയാല്ലേ അപ്പാ. എന്നാ മാളുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആപ്പിൾ തന്നെ അച്ഛൻ കട്ട് ചെയ്ത് തരാം. കഴിച്ചു നോക്ക്. കഴിച്ചിട്ട് ഇതാ അച്ഛാ ആപ്പിൾ, അത് മാങ്ങയാ. ആ ശരിയാണല്ലോ, മാറിപ്പോയി. അപ്പൊ മാമ്പഴം തന്നെ കട്ട് ചെയ്താൽ മതി. അച്ഛ എനിക്ക് മാങ്ങ വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇത് കഴിച്ചു നോക്കിയേ, നല്ല മധുരമുണ്ട്. അച്ഛ സ്നേഹത്തോടെ തന്നല്ലേ, കഴിക്കാം. കഴിക്കണം. എങ്ങനെയുണ്ട്? നല്ല മധുരമില്ലേ? സാധാ മാങ്ങയുടെ മധുരം തന്നെ. വീണ്ടും കോമഡി. അമ്മ കഴിക്ക്. വേണ്ട, മോള് കഴിക്ക്. അച്ഛൻ ആദ്യമായിട്ട് സ്നേഹത്തോടെ വാങ്ങി തന്നല്ലേ. ഇന്നു മുതൽ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് അച്ഛനായിരിക്കും. അതിന് എല്ലാ ദിവസവും അമ്മ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. എന്താ അച്ഛനുണ്ടാക്കിയാൽ കഴിക്കൂലേ? അല്ല അങ്ങനെയല്ല, അമ്മ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛൻ വെറുതെ ഉണ്ടാക്കുന്ന ഞാൻ ചോദിച്ചത്. അത് ഇന്നലെ വരെ. ഇന്നു മുതൽ നിങ്ങളുടെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോണത് അച്ഛനാണ്. അങ്ങനെ ഇപ്പൊ അവള് മാത്രം നിങ്ങളെ നോക്കിയാൽ പോരല്ലോ, അച്ഛനും നോക്കണ്ടേ? അത് ശരി അച്ഛാ. അമ്മ നിൽക്കുന്നോണ്ടാ ഞാൻ അച്ഛനോട് പറയാതിരുന്നു. അച്ഛൻ ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ അബിക്കും അതാണ് ഇഷ്ടം. ഇപ്പൊ അബിക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം. ഞങ്ങൾക്ക് ഇനി എന്താവശ്യമാണ് ഈ അച്ഛനോട് പറഞ്ഞേക്കാം. മതി മതി, ഇത് കേട്ടാ മതി. മോഹൻ അച്ഛന് സന്തോഷമായി മോളെ. ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടാ? കഴിച്ചിട്ടുണ്ട്. കഴിക്കണം, ഇതെല്ലാം കഴിക്കണം. ഇതൊക്കെ മാളൂന് പ്രത്യേകം കൊണ്ടുവന്നാണ്. ഇവിടെ നാടൻ ആപ്പിള്. ദേ നാടൻ ആപ്പിൾ. അതൊക്കെയല്ലേ ദേ. ഇതെന്താണെന്നറിയോ? ആ അത് തന്നെ അത് തന്നെ. മലയാളത്തിൽ വേറെയാണ് പറയണത്. ദേ മുസമ്പി. ഇത് ജ്യൂസ് അടിച്ചു കുടിച്ചാണ്ടല്ലേ, സ്കിന്നൊക്കെ ഉണ്ടല്ലേ. അച്ഛൻ്റെ പോലെ. അച്ഛമ്മ എവിടെ? അച്ഛമ്മ റൂമിലുണ്ട് അച്ഛാ. അച്ഛമ്മ റൂമിലുണ്ടല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാ, അച്ഛമ്മേനെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് വരാം കേട്ടോ. മക്കള് മൊത്തം കഴിക്കണം. അബിക്ക് കുറച്ച് കൊടുത്താലും മതി. അമ്മേ. എന്താടാ? വാ ഇരിക്കേ. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു. എനിക്ക് ദോഷം വരുന്ന രീതിയിലൊന്നും സംഭവിക്കില്ല എന്ന് വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിള്ളേരുടെ കാര്യോ? പിള്ളേര് കൂടെ നിൽക്കും. അമ്മ പറഞ്ഞ പോലെ തന്നെ വക്കീലും പറഞ്ഞത്, പിള്ളേരെ കൂടെ നിർത്തണമെന്ന്. അതിന്റെ നീക്കങ്ങളൊക്കെ ഞാൻ തുടങ്ങി. അതിന്റെ ഫലം കണ്ടു തുടങ്ങിയെന്ന് തോന്നുന്നേ. കുറച്ചു മുമ്പേ മാളു എന്നോട് പറയണേ, ആവണി എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ടാണ് അച്ഛനോട് പറയാൻ പറ്റാത്തതെന്ന്. ഞങ്ങൾ അച്ഛൻ നോക്കുന്ന ഇഷ്ടമൊന്നും. ശരിക്കും അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞമ്മേ. അതുകൊണ്ട് ഞാൻ ഇന്നോട്ട് പിള്ളേരെ ഞാൻ നോക്കാൻ പോവാ. പിള്ളേർ
പിള്ളേരെ നോക്കണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വാശിക്ക് നമ്മൾ എടുത്തു ചാടിയിട്ടേ പിന്നെ തിരിച്ചു കയറാൻ പറ്റാതാകരുത്. അമ്മ ഞാന് ഇതിപ്പോ പിള്ളേരെ നോക്കാന്ന് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അവർക്ക് എന്താ വേണ്ടത്, എങ്ങനെയാ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ അമ്മേനെ വിളിക്കും. അമ്മ വരണം. ഈ സുഖമില്ലാത്ത എന്നെ കണ്ടിട്ടാണ് നീ പിള്ളേരെ നോക്കാൻ ഏറ്റത്. ഒന്നാമത് ശ്വാസം മുട്ട് ഇപ്പൊ കുറച്ച് കൂടുതലുമാണ്. ഞാൻ തന്നെ ഒരു വൈദ്യന്റെ അടുത്ത് പോയിട്ട് ഒരാഴ്ച വല്ല പ്രകൃതി ചികിത്സ എടുത്താലോ എന്ന് ആലോചിച്ചിരിക്കുക. അമ്മയിടം പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എടാ വയ്യാണ്ടിരിക്കണ ഞാൻ വന്ന് അടുക്കളയിൽ ഈ പാചകമൊക്കെ ചെയ്താലില്ലേ ശ്വാസം മുട്ട് കൂടും. പിന്നെ അധികകാലം ഞാൻ ഉണ്ടാവില്ല കേട്ടാ. എന്തായാലും ഇറങ്ങി തിരിച്ചു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മ, എന്താ മോളെ? എനിക്കൊരു കാര്യം പറയണം. പറഞ്ഞു. ഇനി മുതൽ അമ്മ എൻ്റെ അബിയുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട. അതെന്താ? ഇനി മുതൽ അത് അച്ഛൻ നോക്കിക്കോളും. പിന്നെ ഇവിടെ സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളാ. ഒക്കെ ചെയ്തു കൊടുത്തോണ്ടിരുന്നത് ഞാനാ. അപ്പോഴാ നിങ്ങളുടെ കാര്യം നോക്കാൻ പോകുന്നത്. അത് സാരമില്ല അമ്മ, അച്ഛൻ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളും. അമ്മ ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ഓർത്ത് വറിയിടാണ്ട് ആവശ്യമില്ല. ഞാൻ അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ? കേസ് ആകുമ്പോ അമ്മയുടെ സൈഡിൽ നിൽക്കാനാണോ അമ്മ ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നേ? പറ അമ്മ, കേസ് ആകുമ്പോ അമ്മയുടെ സൈഡിൽ നിൽക്കാനാണോ ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നേ? നിന്റെ അച്ഛൻ നിനക്കൊരു ആപ്പിൾ മുറിച്ച് തന്നപ്പോ നിന്റെയൊക്കെ വിധം മാറിയോ? ഒരു ആപ്പിളിലൊന്നും എന്റെ സ്വഭാവം മാറില്ല. ഞാൻ അതൊക്കെ വെറുതെ പറഞ്ഞ അമ്മ. അമ്മേനെ എനിക്കറിയില്ലേ. പക്ഷെ അച്ഛനിപ്പോ കാണിക്കുന്ന ഈ പ്ലാസ്റ്റിക് സ്നേഹമില്ലേ, അതെന്തിനാന്ന് മനസ്സിലായോ? കേസിന്റെ സമയത്ത് ഞങ്ങൾ അച്ഛന്റെ സൈഡിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒക്കെ സ്നേഹങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ടേ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇനി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അച്ഛൻ നോക്കിയാൽ മതി. ചില കാര്യങ്ങളൊന്നും പറഞ്ഞു മനസ്സിലാകാൻ പറ്റില്ല അമ്മ. അതൊക്കെ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ല, നീ ഇതെന്തിനുള്ള പുറപ്പാടാ? അമ്മ നോക്കിയോ, എനിക്ക് നിന്നെ ഒന്നും നോക്കാൻ വയ്യ, നീയൊക്കെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നൊരു ദിവസം അച്ഛൻ പറയും. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ വീട്ടിൽ എന്താ സ്ഥാനം എന്ന് അച്ഛൻ ഒരു ദിവസം മനസ്സിലാക്കും. അതുപോലെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മക്കളെ? അയ്യോ, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടമ്മ. അമ്മയോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പറയട്ടെ? സാധാരണ ഭാര്യമാരെ പോലെ ഒന്നും ആയിരുന്നില്ല അമ്മ. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തിരിച്ചു പറയായിരുന്നു. അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തിരിച്ചു പറയായിരുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഫൈറ്റ് ചെയ്യുന്നതല്ലാതെ കരയുന്ന അമ്മേനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അമ്മ മാറിപ്പോയി. ഏതിനും അമ്മ കരയാൻ തുടങ്ങി. അമ്മ പഴയതുപോലെ ആവണം അമ്മ. ഫൈറ്റ് ചെയ്യണം. അതോടെ അമ്മയ്ക്ക് നേരെ പത്തി ഉയർത്തി നിൽക്കുന്നവരെല്ലാം പത്തി താക്കും. അവരായിട്ട് ഇപ്പൊ പത്തി താഴ്ത്തിയില്ലെങ്കിൽ അമ്മ അവരുടെ തലക്കിട്ട് ഒരെണ്ണം കൊടുത്ത് പത്തി താഴ്ക്കണം അമ്മ. അമ്മ കരയുന്നാണോ ഒരു രസമില്ല. ഫൈറ്റ് ചെയ്യമ്മ. ഫൈറ്റ് ചെയ്യുന്ന അമ്മേനെ കാണാൻ എനിക്കിഷ്ടം. നീ എന്നെ മോട്ടിവേറ്റ് ചെയ്യാണോ? ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹമായിരുന്ന ഈ ഗവൺമെന്റ് ജോലി അമ്മയ്ക്ക് 3 പ്രാവശ്യം കിട്ടിയിട്ടും അച്ഛൻ കാരണം അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അമ്മ തളർന്നോ? ഇല്ലല്ലോ. അമ്മ അപ്പൊ ഫൈറ്റ് ചെയ്തില്ലേ? അമ്മ സ്വന്തമായിട്ട് കോച്ചിങ്ങിന് പോയി. അമ്മയ്ക്ക് എക്സാം എഴുതാൻ വേണ്ടി അച്ഛനെ പൂട്ടിയിട്ടിട്ട് പോയി. അതൊക്കെ അമ്മ ഫൈറ്റ് ചെയ്തല്ലേ ചെയ്തത്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആവിനെ കാണാനാണ് എനിക്കിഷ്ടം. മോള് പൊക്കോ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അമ്മ നോക്കട്ടെ. ശരി അമ്മ. ഹലോ, കേക്കാവോ? വീട്ടിനകത്ത് ചെറിയൊരു റേഞ്ച് പ്രശ്നമുണ്ട്. പറഞ്ഞോ ആവണി. ചേച്ചി, ഒരു മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സിന് ഞാൻ തയ്യാറല്ല. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ആവണി ഈസ് ബാക്ക്. വെരി ഗുഡ്. അതെ ചേച്ചി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തുന്നത്? സത്യാവസ്ഥ എന്താണെന്ന് എന്തായാലും തെളിയണം. അത് കോടതിക്കകത്തായാലും പുറത്തായാലും. നീ സ്ട്രോങ് ആയിട്ട് നിന്നാ മതി. നിന്റെ കൂടെ ഞാൻ കട്ടിക്കുണ്ട്. താങ്ക് യു ചേച്ചി.
നമുക്കൊരു വക്കീല് വേണ്ടേ? ആ കാര്യമൊക്കെ നീ എനിക്ക് വിട്ടേക്ക്, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ആ വക്കീലിനെയും മോഹനെയും നമുക്ക് വെള്ളം കുടിപ്പിക്കണം. നല്ലൊരു വക്കീലിനെ ഞാൻ നിനക്ക് വേണ്ടി തപ്പിയെടുത്ത് തരും, ഉറപ്പ്. മതി ചേച്ചി, താങ്ക് യു. അവിടെ നിന്റെ PSC റിസൾട്ട് വന്നോ? വന്നിട്ടില്ല, ഉടനെ വരുമെന്ന് അറിഞ്ഞത്. ആ ജോലിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിനക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. കിട്ടില്ലേ നിനക്ക് ആ ജോലി? ജോലി കിട്ടും ചേച്ചി, ഉറപ്പാ. ശരിയാവൻ, ഞാനൊന്ന് വെക്കുക, പിന്നെ വിളിക്കാം. ഞാൻ വിളിച്ചോളാം. ഹലോ, എവിടെയാണ്? ഒരു ന്യൂസും ഇല്ലല്ലോ. കോളില്ല, മെസ്സേജ് ഇല്ല. എന്ത്, എനിക്കാണോ ബിസി? എനിക്കൊരു ബിസി ഇല്ല. എനിക്കൊന്ന് കാണണമായിരുന്നല്ലോടോ. ആ, ഒരു പേഴ്സണൽ കാര്യമാണ്. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു കൊച്ചിൻ്റെ കേസിൻ്റെ കാര്യത്തിനാ. എപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുന്നേ? ആ ശരി, ഞാൻ വിളിച്ചിട്ട് വന്നോളാം. ഓക്കെ, ശരി എന്നാ. ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ? ആ, കുറച്ച് സന്തോഷമുണ്ടെന്ന് കൂട്ടിക്കോ. എന്നോടൂടെ പറ, ഞാനും കൂടെ സന്തോഷിക്കാം. നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാവുന്ന കാര്യമൊന്നുമല്ല, എന്നാലും കേട്ടോ. ആവണി ആ കേസ് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവൾക്ക് മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സ് വേണ്ടെന്ന്. മോഹനെ ഉണ്ടല്ലോ, അഴി എണ്ണിച്ചിട്ട് അവൾ അടങ്ങും. ഇതാണോ സന്തോഷ വാർത്ത? ഈ സന്തോഷം ഞാൻ കോടതിയിൽ തീർത്തുതരാം. മോഹന് ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കാതെ ഇനി എനിക്ക് റെസ്റ്റ് ഇല്ല. ശരി, സമ്മതിച്ചു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ അങ്ങ് രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത വക്കീൽ ആരാണെന്നറിയാവോ? അറിയാവോ? അഡ്വക്കേറ്റ് അരുന്ധതി. ഞെട്ടിയല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. അരുന്ധതി വരും. മോഹനം മാത്രമല്ല, വക്കീലും കുടുങ്ങാതെ സൂക്ഷിച്ചോ. അരുന്ധതിനെ ഞാൻ പറയാതെ തന്നെ വക്കീലിന് അറിയാലോ അല്ലേ, അവൾ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ വക്കീലേ, നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും കാണത്തില്ലെന്ന്. എന്തേ, സന്തോഷിക്കുന്നുണ്ടോ? ആര് വേണേ വരട്ടെ, സത്യം മോഹന്റെ ഭാഗത്താ. മോഹന്റെ ഭാഗത്ത് സത്യമല്ല, സംശയമാണ് മൊത്തം. ആ സംശയത്തിന്റെ വിത്ത് പാകിയത് ആരാ? ആവണി തന്നെയല്ലേ? ആവണിക്ക് കുറെ കള്ളക്കളികളും രഹസ്യങ്ങളും ഉണ്ട്. ഇത് തന്നെയായിരിക്കും കോടതിയിൽ എൻ്റെ തുറുപ്പ് ചീട്ടും. നിങ്ങളുടെ ആ തുറുപ്പ് ചീട്ടേ അരുന്ധതി വക്കീല് കോടതിയിൽ വലിച്ചു കീറുന്ന കണ്ടു കേട്ടോ. എന്നാലും അരുന്ധതി ഇവിടെ ഇവിടുന്ന് പോയി തപ്പി പിടിച്ചു. ഹലോ, എന്താടി? എടീന്നോ? സ്ത്രീകളെ കയറി ഇങ്ങനെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് തെറ്റല്ലേ മോഹന? നിനക്ക് എന്താടി വേണ്ടത്? നിങ്ങളുടെ ഉള്ളിലെ ഈ തീ ഉണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ ഉണ്ടാവണം. താൻ വക്കീൽ നോട്ടീസ് അയച്ചപ്പോഴും കുഞ്ഞിനെ തള്ളി പറഞ്ഞപ്പോഴും ഞാനൊന്ന് പകച്ചുപോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ നമുക്കൊരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാവും. അത് പൊട്ടി പുറത്തേക്ക് വന്നാൽ പിന്നെ ഫൈറ്റ് ചെയ്യാനുള്ള മൂഡായിരിക്കും. തനിക്ക് ഡിവോഴ്സ് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ ഫൈറ്റ് ചെയ്ത് പറ്റുമെങ്കിൽ വാങ്ങിയെടുത്തു. പഴയ തിളപ്പ് വീണ്ടും തുടങ്ങിയല്ലേ? പഴയ തിളപ്പല്ല, ഇത് പുതിയ തിളപ്പാ. നിങ്ങൾ കേട്ടോ, നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കിനും ചെയ്ത ഓരോ പ്രവൃത്തിക്കും എന്റെ കാല് പിടിച്ചു വന്നു കിടന്ന കാര്യം. നിനക്കാള് മാറിപ്പോയി. രാത്രി ആരും അറിയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. മതിയടോ, താൻ കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. രാത്രി ഞാൻ ആരും അറിയാതെ ഇറങ്ങിപ്പോയി. ഞാൻ പോയി. താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നതും പറഞ്ഞു നടക്കുന്നതൊക്കെ അതെന്റെ രഹസ്യ കാമുകനാണെന്നല്ലേ? ഇവിടെ തന്റെ കാര്യം പിള്ളേരുടെ കാര്യം നോക്കിയിട്ട് ഇവിടെ നേരം തികയുന്നില്ല. അപ്പോഴാ രഹസ്യ കാമുകൻ. പിന്നെ ആരുടെ അത്? രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ മിടുക്കനല്ലേ? അതും ഞാൻ കണ്ടുപിടിക്കേ. നിന്റെ ഈ പൊങ്ങിയ നോക്കണ്ടല്ലോ, അത് വെട്ടി ഞാൻ വീഴ്ത്തും. വെട്ടി വീഴ്ത്തണം.
ശത്രുക്കൾ സ്ട്രോങ് ആയാലേ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരാളും നിന്റെ കൂടെ ഉണ്ടാവില്ല. അമ്മയും മക്കളും എല്ലാരും എൻ്റെ കൂടെ ആയിരിക്കും. ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കാനാ എനിക്കിഷ്ടം. ആ തയ്യാറായിക്കോ മോനാ. കരഞ്ഞ് കണ്ണു കലങ്ങി മുറിയിൽ പൂട്ടിക്കെട്ടിയിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ഈ കുഞ്ഞ് തന്റേതാണെന്ന് താൻ തന്നെ പറയും. എന്റെ കാലില് വീണ് താൻ കരയും. അത് കഴിഞ്ഞേ ഞാൻ ഇനി വിശ്രമിക്കുള്ളൂ. അമ്മ അമ്മ എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെങ്കിലോ? അമ്മ സംസാരിക്കണ്ട, എനിക്ക് പറയാനുള്ള കേട്ടാ മതി. അമ്മയുടെ മോൻ എനിക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയച്ചത് അമ്മ അറിഞ്ഞായിരുന്നോ? അതിലെന്റെ മക്കളെയും വിട്ടുകൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് അമ്മയുടെ അറിവോടെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. ഡിവോഴ്സും നടക്കില്ല, എൻ്റെ മക്കളെ ഞാൻ വിട്ടുതരില്ല. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഞാൻ കൊച്ചിനെ ഇല്ലാതാക്കാൻ പോയതിനല്ലേ? അമ്മയ്ക്ക് എന്നെ നല്ല വൃത്തിയായിട്ട് അറിയാം. എനിക്കൊരു തെറ്റ് പറ്റി, ഞാനും മനുഷ്യനല്ലേ, തെറ്റുപറ്റാത്ത ആളൊന്നും അല്ലല്ലോ. അബോർഷൻ ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം അമ്മയുടെ മകൻ തന്നെയാണ്. വല്ലവൻ്റെ കൂടെ ബൈക്കിൽ കറങ്ങാൻ പോയി വല്ലവൻ്റെ കുഞ്ഞിനെ ഉണ്ടാക്കി വന്നെന്നൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ എൻ്റെ അവസ്ഥ അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്യായിരുന്നു? നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഇതൊക്കെ അമ്മയോട് പറയണം തോന്നി. അമ്പിളിയെ ചേർത്താണല്ലോ ഈ കഥയൊക്കെ ഉണ്ടാക്കിയത്. അവനെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, എന്നെ അറിയാം. എന്നിട്ടും അമ്മ അമ്മയുടെ മകൻ പറഞ്ഞൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്ക് എന്റെ മകനെ നല്ല വിശ്വാസമാണ്. ഈ കാര്യത്തിൽ അവൻ കള്ളം ഒട്ടും പറയില്ല. കള്ളം പറഞ്ഞതേ നീയാണ്. ഒരു DNA ടെസ്റ്റ് നടത്തിയാലേ ഇത് അയാളുടെ കുഞ്ഞാണെന്ന് തെളിയും. ഞാനത് എന്താ ചെയ്യാത്തെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും നാളും കൂടെ ജീവിച്ചിട്ടും ഇത്രയും വർഷം എന്നെ അറിഞ്ഞിട്ടും ഒരു ടെസ്റ്റ് ചെയ്ത് കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് തെളിയിക്കേണ്ട ഗതികടൊന്നും എനിക്ക് വന്നിട്ടില്ല. നീ കൊറേ നേരമല്ല കിടന്ന് പറയണത്. ഇപ്പഴും നീ പറഞ്ഞ നീ രാത്രി കാണാൻ പോയത് ആരെയെന്ന് പറഞ്ഞ? അതെന്താ പറയാത്തത്? അതും ഞാൻ അമ്മയോട് പറയും, പക്ഷെ ഇപ്പോഴല്ല. ഒരു കാര്യം ഞാൻ പറയാം, അമ്മയുടെ മകൻ പറഞ്ഞു നടക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അതാദ്യം അമ്മ മനസ്സിലാക്കണം. പിന്നെ കേസിന് പോകാൻ ഞാനും തീരുമാനിച്ചു. കേസ് പറഞ്ഞു വരുമ്പോഴേ എന്നെ എത്ര മോശക്കാരിയാക്കിയാലും സത്യം തെളിയും. ക്രിമിനൽ കുറ്റങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടിയത് അമ്മയുടെ മകനാണെന്ന് നമ്മ ഓർക്കണം. ഒടുക്ക അയാളെങ്ങാനും ജയിലിൽ പോയാ അതും എന്റെ തലയെ കെട്ടി വെക്കരുത്. ഇതൂടെ പറയാനാ ഞാൻ വന്നത്. ആ മോള് ഒന്ന് കഴിച്ചേ. നല്ല മൊരിഞ്ഞ ദോശയാണ്. ഇത് മൊരിഞ്ഞ ദോശയല്ല, കരിഞ്ഞ ദോശ. ഇതെങ്ങനെ കഴിക്കും അച്ഛാ? മോള് ഇങ്ങനെയൊന്നും പറയല്ലേ. അച്ഛൻ ആദ്യമായിട്ടൊരു ദോശ ഉണ്ടാക്കി തന്നതല്ലേ, അതിന് ഒരു കൂടിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛന് വിഷമാവും കേട്ടോ. അച്ഛാ ഞാൻ ഇതൊക്കെ കഴിച്ചാലോ വൈറ്റ്നസും പിടിച്ചാലോ? പറ്റില്ല, മോള് കഴിക്കണം. മാളു, നീ കഴിക്കാനായെങ്കിൽ വാ, ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം. ഉണ്ടാക്കിയെടുത്തോളം മതി, ഇനി ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. നാടും ഇരുന്ന് കഴിച്ചത്. ഇത് വായ വെക്കാൻ കൊള്ളില്ല അച്ഛാ. ആര് പറഞ്ഞു? ഞാൻ നോക്കട്ടെ. കുറച്ച് മൊരി കൂടുതലുണ്ടെന്നുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. വായ വെക്കാൻ കൊള്ളില്ലെന്ന് അച്ഛൻ്റെ മോൻ കണ്ടാൽ മനസ്സിലാവും. അച്ഛാ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയട്ടെ. അച്ഛന് മര്യാദയ്ക്ക് ദോശ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ അച്ഛൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛൻ പതിവില്ലാതെ ഫ്രൂട്ട്സ് വാങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഞങ്ങളെ അച്ഛൻ്റെ സൈഡിൽ നിർത്താനുള്ള പരിപാടിയാണെന്ന്. അച്ഛൻ ഇനി എന്തൊക്കെ നാടൻ കളിച്ചാലും ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുള്ളൂ. പക്ഷെ ഞങ്ങൾ അച്ഛനെ വേണ്ടാന്ന് വെക്കില്ല. കാരണം എനിക്കും അബിക്കും നിങ്ങൾ രണ്ടുപേരെയും വേണം.
അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നേ. അച്ഛാ, അച്ഛന് അമ്മയുടെ ഫുഡ് വേണോ? എനിക്കൊന്നും വേണ്ട. അമ്മ വാ. ഇവിടെ എന്ത് കൈവശമാണോ ഊർക്ക് കൊടുത്തേക്കുന്നത്? നീ എന്തൊക്കെയാണ് നിന്റെ അച്ഛനോട് പറയുന്നത്? എന്താ രണ്ടുപേരും വേണമെന്ന് പറയുന്നത് ഇത്രയും തെറ്റാണോ? അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നീ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞോണ്ടല്ലേ അങ്ങനെ അറിയാൻ പാടില്ലാത്ത പണിയൊക്കെ എടുക്കാൻ നിന്നത്. അമ്മ എപ്പോ വഴക്കിട്ടാലും അച്ഛൻ പറയും പിള്ളേരുടെ കാര്യം ഞാൻ നോക്കോളാം, പിള്ളേരുടെ കാര്യം ഞാൻ നോക്കോളാം എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ അച്ഛൻ ഞങ്ങളുടെ കാര്യം നോക്കട്ടെ എന്ന്. ഇപ്പൊ അച്ഛന് മനസ്സിലായി ഞങ്ങളുടെ കാര്യം നോക്കുന്ന അത്ര എളുപ്പമല്ലെന്ന്. കൊള്ളാം, അമ്മയും മകളും കൂടെ അച്ഛനെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇല്ല അച്ഛമ്മ, അച്ഛന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട്. അതൊന്നും ഞങ്ങൾ മനസ്സിലാപ്പിക്കുന്നു, അത്രേ ഉള്ളൂ കാര്യം. അച്ഛന് മാത്രമല്ല അമ്മയ്ക്ക് മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അച്ഛമ്മ, അച്ഛമ്മയുടെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും. മോന്റെ കൂടെ നിൽക്കണോ മരുമോളുടെ കൂടെ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷൻ അല്ലേ? അതും കൂടാതെ അച്ഛൻ വന്ന് കരഞ്ഞപ്പോ ഇനിയും അവന്റെ കൂടെ നിന്നില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കുന്നുള്ള ചിന്തയും കൂടെ ഇല്ല അച്ഛമ്മയ്ക്ക്. ഇതുകൊണ്ടല്ലേ അച്ഛമ്മ അച്ഛന്റെ സൈഡിൽ നിൽക്കുന്നേ. ആരോടൊരു വാക്ക് എതിർത്ത് സംസാരിക്കാത്ത കൊച്ചായിരുന്നത് ഇപ്പൊ കണ്ടില്ലേ? അമ്മയെ വരെ എതിർത്ത് പറയണ്, അമ്മയുടെ കുറ്റങ്ങൾ പറയണ്. ഒരാഴ്ചത്തെ സമ്പർക്കം കൊണ്ടുണ്ടായ മാറ്റം കണ്ടില്ലേ? ഇനി അധികം നാളില്ല, അതാരും മറക്കണ്ട. ഇതിപ്പോ അധികം നാളില്ലെന്ന് പറഞ്ഞ അച്ഛൻ ഭീഷണിപ്പെടുത്തിയല്ലേ? അച്ഛൻ ഒരിക്കലും ഡിവോഴ്സ് ഇട്ടാൻ പോണില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചായിരിക്കും അല്ലേ? ഇതുപോലെ തന്നെ നല്ല തിളപ്പായിരുന്നു നിന്റെ അമ്മ. ഇപ്പൊ കണ്ട വാ തുറക്കാണ്ട് നിക്കണത്. ആര് പറഞ്ഞു വാ തുറക്കാൻ പറ്റാതെ നിൽക്കുവാണെന്ന്? അവൾ എല്ലാത്തിനും കൃത്യമായ മറുപടി വരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇടയിൽ കയറുന്നത്? വാ തുറക്കാതിരുന്നതൊക്കെ ഇന്നലെ വരെ, അതൊക്കെ കഴിഞ്ഞു. ഓ, അമ്മയും മോളും കൂടെ എന്നെ തോപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയേക്കാണല്ലേ? തോപ്പിക്കാനൊന്നും അല്ല അച്ഛാ, അച്ഛന് കാര്യങ്ങൾ വന്ന് മനസ്സിലാക്കി തരാൻ, അത്രേ ഉള്ളൂ. ആദ്യം അച്ഛന് കുറച്ച് ദേഷ്യമൊക്കെ കാണും, പിന്നെ കുഴപ്പമില്ല, പതുക്കെ അതങ്ങ് പൊക്കോളൂ. ഞാൻ ഇനി അച്ഛനോട് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്താലും അത് അച്ഛന്റെ നല്ലതിനു വേണ്ടിയാ. ഓ മനസ്സിലായി, അച്ഛന്റെ നല്ലതിന്. മോള് തൽക്കാലം ദോശ കഴിക്കും. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീ ഇവളെ കൂടെ കൂട്ടിക്കോ. ഞാൻ ആരെയും കൂടെ കൂട്ടിയിട്ടൊന്നുമില്ല. എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് കണ്ടു അവള് വന്നു, അത്രേ ഉള്ളൂ. നീ കഴിക്കുമാളൂ. ആ മോഹന വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട. ഇവള് ചാടട്ടെ അമ്മ, ഇവള് ചാടട്ടെ. ഇവളുടെ ഈ ചാട്ടമൊക്കെ കോടതി മുറി തീർന്നോളും. അതിനുശേഷം ഇവളുടെ സത്യം മനസ്സിലാക്കിയേ എന്റെ മക്കൾ എന്റെ കൂടെ വരും. അതുവരെ ഇവള് ചാടട്ടെ അമ്മേ, ഇവള് കിടന്ന് ചാടി കളിക്കട്ടെ. അമ്മ, അച്ഛൻ പറഞ്ഞൊന്ന് മൈൻഡ് ചെയ്യണ്ട. അതിനാര് മൈൻഡ് ചെയ്യുന്നു ഇതൊക്കെ? അല്ല പിന്നെ ആ ചെണുങ്ങാന്ന് കഴിക്ക്. ഒരു വാ. എനിക്കൊന്നും വേണ്ട, തന്നെ തന്നെ കഴിച്ചാൽ മതി. സാറേ കൺഗ്രാറ്റുലേഷൻ. സാറേ വൈഫ് പ്രഗ്നന്റ് ആണല്ലേ? ചെലവ് വേണേ. മോഹൻ സാർ കൺഗ്രാറ്റുലേഷൻസ്. ചെലവുണ്ട് കേട്ടോ സാറേ. നല്ലൊരു ട്രീറ്റ് വേണം കേട്ടോ സാറേ. നല്ലൊരു ട്രീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. മോഹൻ സാർ when can we expect a party? സാറേ വിശേഷങ്ങളൊക്കെ അറിഞ്ഞേ, ചെലവ് വേണേ. വെല്ലോന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് ഞാനെന്തിനാ ചെലവ് ചെയ്യുന്നത്? എനിക്കെന്തിന് കൺഗ്രാറ്റ്സ്? ഇവിടെ ഈ കുഞ്ഞിനെ പ്രസവിച്ച പിന്നെ ജീവിതകാലം മൊത്തം അതെനിക്കൊരു ബാധ്യതയായിട്ട് മാറും. അതുകൊണ്ട് ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല.